ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും എന്നുള്ള ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഞാനിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാൻകേക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പാൻകേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. നിങ്ങളുടെ ഹാൻഡ് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. മുട്ട ഇവിടെ ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി ഏത്തപ്പഴം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ മൈദയോ ആട്ടയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഓപ്ഷണലാണ്, കാരണം നമ്മൾ ഏത്തപ്പഴം ചേർക്കുമ്പോൾ ഓൾറെഡി ഇതിനൊരു മധുരം ഉണ്ടാകും. നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടി മുന്നോട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1 സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാൻകേക്കിന് മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ദോശ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇത് അധികം പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചൂടിൽ വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. ഇനി നമുക്കിത് മറിച്ചിടും. അങ്ങനെ ഇതിൻ്റെ മറ്റേ വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റ് കൊടുക്കണം. അങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം. അടുത്ത മാവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വശം മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് മറ്റേ വശം കൂടി മുറിച്ചെടുക്കാം. നമ്മുടെ ഈസി ആയിട്ടുള്ള അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരിക്കും ബൈ.